ചിലവർ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുമ്പോൾ സഡൻ വെയിറ്റ് ലോസ് അത് ശ്രമിക്കാൻ നോക്കുമ്പോൾ അതുകൊണ്ടും നമുക്ക് അതെ അതെ അതുകൊണ്ടും ഇങ്ങനെ കല്ല് വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് നമ്മൾ ആ ബ്ലഡിന്റെ കൊളസ്ട്രോൾ കോൺസെൻട്രേഷൻ പിത്തത്തിൽ മാറിയിട്ട് അതുകൊണ്ടും ഇങ്ങനെ വരാം. ഡോക്ടർ രാജേഷ് ഗോപാലകൃഷ്ണൻ, അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഗ്യാസ്ട്രോ മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റും പ്രൊഫസറുമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാണ് ഈ പിത്താശയത്തിൽ വരുന്ന കല്ലുകളെ ഇൻഫെക്ഷനെ കുറയ്ക്കാൻ പറ്റുന്നത്? സാധാരണ ഇത് വരണ നമ്മള് വണ്ണം കൂടി അമിതവണ്ണം നമ്മള് വെയിറ്റ് കൂടിയിട്ട് വരാം. സാധാരണ നമുക്ക് ഈ കൊളസ്ട്രോളിന്റെ അസുഖം അതങ്ങനെ റിലേറ്റഡ് ആയിട്ട് വരാം. പിന്നെ ചിലർക്ക് ഈ ബ്ലഡ് പൊട്ടിപ്പോണ അസുഖമുണ്ട്. ബ്ലഡ് പൊട്ടിയിട്ട് അതെ ഹിമോലൈസ് അതുകൊണ്ടും ഈ പിഗ്മെന്റ് സ്റ്റോൺ വരാം. ഇത് കൊളസ്ട്രോളിന്റെ കല്ലല്ല, പക്ഷെ പിഗ്മെന്റ് ബ്ലഡ് പൊട്ടിയിട്ടുള്ള കല്ലുകളാണ്. ഇത് കൂടാതെ നമുക്ക് വേറെ ചില കാരണം കൊണ്ട് വരാം. ചിലവർ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുമ്പോൾ സഡൻ വെയിറ്റ് ലോസ് അത് ശ്രമിക്കാൻ നോക്കുമ്പോൾ അതുകൊണ്ടും നമുക്ക് അതെ അതെ അതുകൊണ്ടും ഇങ്ങനെ കല്ല് വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് നമ്മൾ ആ ബ്ലഡിന്റെ കൊളസ്ട്രോൾ കോൺസെൻട്രേഷൻ പിത്തത്തിൽ മാറിയിട്ട് അതുകൊണ്ടും അങ്ങനെ വരാം. ഇപ്പൊ ഡോക്ടർക്ക് അറിയാം മൂത്രത്തിലൊക്കെ കല്ലുണ്ട്, ഒരുപാട് വെള്ളം കുടിച്ചാൽ അത് ഡൈല്യൂട്ട് ചെയ്യുന്നു പലരും പറയാറുണ്ട്. ഈ പിത്താശയത്തിലെ കല്ല് അങ്ങനെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റും? അതെ, ഇത് നമുക്ക് അങ്ങനെ ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പറയണേല് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടാതെ പറഞ്ഞ കൊഴുപ്പുള്ള ഭക്ഷണം അധികം കഴിക്കേണ്ടെന്ന് പറയും. പിന്നെ വെള്ളം ധാരാളം കുടിക്കാൻ പറയും. പിന്നെ നമ്മൾ നാറുള്ള ഭക്ഷണങ്ങൾ ഫൈബർ കൂടുതൽ കഴിക്കാൻ പറയും. വെള്ളം നല്ലോണം കുളിക്കുന്നത് ഹെൽപ്ഫുൾ ആണ്. ഇതുകൊണ്ട് ഇത് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഡെഫിനറ്റ്ലി അത് ചെയ്യണമെന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ പിത്താശയം എടുത്ത് മാറ്റി ഓപ്പറേഷനിലൂടെ മാറ്റി പിന്നെ ആരോഗ്യക്ക് ഈ കല്ലുകൾ ഫോം ചെയ്യുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? ചിലപ്പോൾ അങ്ങനെ കാണാറുണ്ട്. നമ്മൾ കഴിഞ്ഞാലും പിത്തനാളിയിൽ കല്ല് വരാൻ ഒരു സാധ്യത ഉണ്ട്. ഇത് കൂടാതെ വേറെ ചില അസുഖങ്ങളുണ്ട്. അതിൽ ഈ കരലിലെ നാളിയിലും കല്ലുകളൊക്കെ വരാം. അതും താഴത്തേക്ക് ഇറങ്ങി വരാം. അങ്ങനെയും ചില അസുഖങ്ങളും നമുക്ക് കാണാറുണ്ട്. പിന്നെ ഒരുപാട് തടി കൂടിയ സ്ത്രീകളിൽ ഇത് നമ്മള് അമിതവണ്ണം അല്ലെങ്കിൽ ഈ വെയിറ്റ് കൂടുതൽ ഒബേസിറ്റി എന്ന് പറഞ്ഞ അസുഖത്തില് സാധാരണ പിത്താശയത്തിൽ കല്ല് കാണാറുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഒരു 40 വയസ്സ് കഴിഞ്ഞുള്ള കുറച്ച് അത് അതെ അങ്ങനെ സ്ത്രീകളിലാണ് കൂടുതൽ കാണുക. പക്ഷെ അത് എല്ലാ ആൾക്കാർക്കും കാണാറുണ്ട്. പക്ഷെ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്താശയത്തിനുണ്ടാകുന്ന ചില തകരാറുകളെ പറ്റിയാണ്. ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്താണ് ഈ സഞ്ചി കൊണ്ട് ഒരു ആവശ്യം? നമ്മുടെ പിത്തസഞ്ചി അല്ലെങ്കിൽ പിത്താശയം എന്ന് പറഞ്ഞാൽ ഗോൾ ബ്ലാഡർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നമ്മളെ പിത്തം നമ്മൾ ഒരു കോൺസെൻട്രേറ്റ് ആയിട്ട് വെക്കുന്ന ഒരു ഓർഗനാണ്. ഇത് ദഹനത്തിന് വേണ്ടി നമ്മുടെ ലിവറിൽ ഉണ്ടാകുന്ന നമ്മൾ പിത്തം നിർമ്മിക്കുന്നത് ലിവറിലാണ് അല്ലെങ്കിൽ കരലിലാണ്. പിന്നെ അത് പിത്തനാളി പോലെ ഇറങ്ങി വന്നിട്ട് അത് നമ്മുടെ ഗോൾ ബ്ലാഡറിൽ അല്ലെങ്കിൽ പിത്തസഞ്ചിയിലാണ് അത് കെട്ടി സ്റ്റോർ ചെയ്യും. അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ കമ്പോസിഷനിൽ കുറച്ച് ചില വ്യത്യാസം വരും. പിന്നെ ആവശ്യം വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന അതിന്റെ ടൈമിംഗ് ആയിട്ട് അത് അവിടുന്ന് റിലീസ് ചെയ്യും. അത് റിലീസ് ചെയ്ത് ചെറുകുടലിലേക്ക് വരും. അതെ, ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ സാധിക്കും. അതാണ് അതിന്റെ ഫംഗ്ഷൻ. പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്ന പിത്തം എന്ന് പറയുന്ന എന്തോ കുഴപ്പം പിടിച്ച സാധനമാണ്. നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമുള്ള ഒരു സാധനമാണ് പിത്തം, അല്ലെ? പിത്താശയത്തിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. അത് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് വരും. അപ്പൊ ഈ പിത്താശയത്തിനുണ്ടാവുന്ന തകരാറുകൾ നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന തകരാറുകൾ എന്തൊക്കെയാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു വയറ്റിനകത്തല്ലേ? അതെ, ഇത് നമ്മുടെ കരലിന്റെ നേരെ താഴെ ഭാഗമായിട്ടിരിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് നമ്മൾ പിത്തസഞ്ചിയിൽ കല്ല് വരുന്നതാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ഇത് നമ്മൾ കാണുന്നത്. സാധാരണ പിത്തസഞ്ചിയിൽ കല്ല് വന്നാൽ അതുകൊണ്ട് ചിലപ്പോൾ ലക്ഷണമൊന്നും കാണില്ല. നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണത്തിൽ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും കാണുന്നത് പിത്തസഞ്ചിയിൽ കല്ലുണ്ട്. പക്ഷെ ഭയം തുടങ്ങും. അതെ, അപ്പൊ പെട്ടെന്ന് അത് കാണുമ്പോൾ രോഗിക്കൊരു ഭയം, എന്താ അത് കല്ലുണ്ട്, എന്താ പ്രശ്നം, എന്റെ കല്ല് ഇപ്പൊ തന്നെ അത് എടുത്ത് കളയണോ? ഇതൊക്കെയാണ് സാധാരണ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ വരാറ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പിത്താശയത്തിൽ കല്ലുണ്ടാവുന്നത്? നമ്മള് പിത്താശയത്തിൽ കല്ല് വരാൻ പല കാരണമുണ്ട്. ഇപ്പോൾ നമ്മുടെ പിത്താശയത്തിലുള്ള പിത്തത്തില് അതിന്റെ കമ്പോസിഷനിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും. അതിൽ കൊളസ്ട്രോളിന്റെ അംശം കൂടി വരുമ്പോഴാണ് സാധാരണ ഇങ്ങനെ കല്ലുണ്ടാവുന്ന ടെൻഡൻസി കൂടുതലുണ്ടാവുക. പിത്താശയത്തിൽ കൊളസ്ട്രോളിന്റെ അംശം അതെ അതെ നമ്മള് പിത്താശയത്തിന്റെ കൊളസ്ട്രോളും നമ്മുടെ ബ്ലഡ് കൊളസ്ട്രോളും രണ്ടും ഈക്വൽ ആവണമെന്നില്ല, അതിൽ റിലേഷൻ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ബ്ലഡ് കൊളസ്ട്രോൾ നോർമൽ ആയിരിക്കും, പക്ഷെ ഇതിന്റെ കോൺസെൻട്രേഷനിൽ പ്രോബ്ലംസ് വന്നുകൊണ്ട് നമ്മൾ ഇതിൽ കൊളസ്ട്രോൾ കൂടുതലുണ്ടാവുക. സാധാരണ നമ്മൾ കാണുന്ന കല്ലിലും അധികം കല്ല് കൊളസ്ട്രോൾ ഉള്ള കല്ലുകളാണ്. അല്ല 80% അതിന്റെ കോൺസെൻട്രേഷൻ കമ്പോസിഷൻ കൊളസ്ട്രോൾ ആയിരിക്കും. ഒരു പ്രാവശ്യം ഈ ഇതിനകത്ത് ഇൻഫെക്ഷൻ വന്നോ, ഓപ്പറേഷൻ ചെയ്തിട്ടില്ല,
അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പിന്നെയും വരാനുള്ള ചാൻസ് ഉണ്ട്? നമുക്ക് കല്ല് ഇറങ്ങി വരുന്നത് പിത്താശയത്തിൽ നിന്ന് അല്ലെങ്കിൽ പിത്തസഞ്ചിയിൽ നിന്നാണ്. അപ്പൊ നമ്മൾ അത് മാറ്റിയില്ലെങ്കിൽ വീണ്ടും കല്ല് ഇറങ്ങി വന്നിട്ട് ഇതേ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സാധാരണ നമ്മൾ കാണുന്നത് പിത്തനാളിൽ കല്ല് ഇറങ്ങി വരും, അതുകൊണ്ട് തടസ്സം ഉണ്ടാക്കും, അതുകൊണ്ട് പാൻക്രിയാറ്റിസ് വരാം. അതാണ് ബിലിയറി പാൻക്രിയാറ്റിസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ കൊളസിസ്റ്റൈറ്റിസ് വരാം, ഇത് കൂടാതെ കൊളൈനൈറ്റിസ് വരാം, ദാറ്റ് മീൻസ് പിത്തനാളിൽ ഇൻഫെക്ഷൻ വരാം. ഓക്കെ. അപ്പൊ സാധാരണ നിലക്ക് നമുക്ക് എന്തെങ്കിലും മെറ്റബോളിക്കലി എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാവാം. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.